ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ പാർട്ട് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. ഇന്ന് നമ്മുടെ അസുരൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഇതോടുകൂടി ഈ ഒരു സ്റ്റോറി അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി. കുറേ പേര് അസുരൻ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ കുറേ പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് സ്റ്റോറിയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനിയും ഇതേപോലുള്ള ഇനി സ്റ്റോറീസൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. പിന്നെ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗീവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗീവ് അവേ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പാർട്ടിലോട്ട് പോവാം. കൂടുതൽ കാത്തു നിൽക്കാതെ അവർ നാട്ടിലേക്ക് തിരിച്ചു. ഒരു പക്ഷേ അവൻ്റെ മരണം അറിയുന്ന നിമിഷം അവർക്ക് ചുറ്റും അപകടം വരുന്നത് ആദ്യം മുൻകൂട്ടി കണ്ടിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം വൈശാലി ആദ്യമായി സന്തോഷത്തോടെ, അതിലുപരി തൻ്റെ പാതിയുടെ ചാരത്ത് സമാധാനമായി ഉറങ്ങി. ദീക്ഷിത് പാലസിലേക്ക് കയറിയതും സീതയെ കാണാനായി അവളുടെ ഉള്ളം വെമ്പി. കാർ നിർത്തിയതും അവൾ വീടിൻ്റെ ഉള്ളിലേക്ക് ഓടി. സീത കിച്ചണിലായിരുന്നു. അവൾ പിന്നിലൂടെ ചെന്ന് സീതയെ കെട്ടിപ്പിടിച്ചു. അമ്മ. അവൾ ആർദ്രമായി വിളിച്ചതും സീത ഞെട്ടിത്തിരിഞ്ഞ് അവളെ നോക്കി. വൈശാലി. സീതയുടെ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു. വൈശാലി സീതയെ മാറോട് ചേർത്ത് പിടിച്ചു. ഇത്രയും കാലം എവിടെയായിരുന്നു എൻ്റെ കുട്ടി? ആഹാ, അപ്പം അമ്മയുടെ കെട്ടിയനൊന്നും പറഞ്ഞില്ലേ? ഇവളെ കൂട്ടാൻ ഞാൻ മുംബൈ വരെ ഒന്ന് പോയി. പിന്നിൽ നിന്ന് മാറിൽ കൈകൾ പിണച്ചു കെട്ടി ആദ്യ ചോദിച്ചു. ആ, റാം പറഞ്ഞു. മോൾ ഇത്രയും കാലം എവിടെയായിരുന്നു? അമ്മ, അത്. വൈശാലി ഉത്തരത്തിനായി ആദിയെ നോക്കി. അവൾ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്തായിരുന്നു. ഇങ്ങോട്ട് വരാൻ അവൾക്ക് പേടിയായിരുന്നു. സീതമ്മേ, നീ പോയി അവർക്ക് കുടിക്കാൻ എന്തേലും എടുക്ക്. റാം ആദിയോട് വൈശാലിയെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ കണ്ണുകൾ കാണിച്ചു. അപ്പോഴും വൈശാലിയുടെ കണ്ണുകൾ ആർക്കു വേണ്ടിയോ പരതി. പപ്പാ. ആദ്യ പടവുകൾ കയറാൻ തുടങ്ങിയതും പിന്നിൽ നിന്നൊരു കുഞ്ഞു വിളി കേട്ടു. എന്താ കണ്ണാ, ഇങ്ങ് വന്നേ. ആദ്യം അവളുടെ നേരെ കൈകൾ നീട്ടി. ആ കുഞ്ഞു മാലാക അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവൻ അവളെ കൈകളാൽ കോരിയെടുത്ത് മാറോട് ചേർത്തു. അവൻ മനസ്സാൽ വിങ്ങുകയായിരുന്നു. അപ്പോഴേക്ക് ഇതൊക്കെ കണ്ട് വൈശാലി അവൻ്റെ പിന്നിലുണ്ടായിരുന്നു. മരിയമോള്. അവൾ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. വൈശാലി, നമ്മുടെ മോൾ. ആദ്യം അവളെ വൈശാലിക്ക് നേരെ നീട്ടി. അപ്പോഴും ആ കുട്ടി കുറുമ്പി അവൻ്റെ ഷർട്ടിൽ കൈ മുറുക്കെ പിടിച്ചു. വൈശാലി അവളെ എടുത്തതും മരിയമോള് കരയാൻ തുടങ്ങി. പപ്പ. അവൾ കൈകൾ ആദിക്ക് നേരെ നീട്ടി. വൈശാലി അപ്പോഴേക്കും മരിയമോളുടെ മുഖത്ത് ചുംബനങ്ങൾ അർപ്പിച്ചു തുടങ്ങി. അവളെയും കോരിയെടുത്തുകൊണ്ട് അവൾ മുറിയിലേക്ക് പോയി. അമ്മയാ കണ്ണ, കരയല്ലേ. വാവാ, അമ്മയെ നോക്കിയേ. അവൾ ആ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു. എനിക്ക് പപ്പയെ കാണണം, എന്നെ വിട്. അവൾ കരഞ്ഞുകൊണ്ട് പിറകിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ആദി വന്നതും മരിയമോൾ അവളുടെ മടിയിൽ നിന്ന് ഇറങ്ങി ആദിയുടെ അടുത്ത് പോയി കൈകൾ കാട്ടി. പപ്പേ, എന്നെ എടുത്തോ. അവൾ ചിണുങ്ങി പറഞ്ഞു. ആദ്യം അവളെയും കൂട്ടി വൈശാലിയുടെ അടുത്തേക്ക് പോയിരുന്നു. അവളുടെ കവളുകളിൽ മൃദുവായി ചുംബിച്ചു. അപ്പോഴും മരിയമോൾ അവൻ്റെ നെഞ്ചിൽ പറ്റിയിരുന്നു. ഇതാണ് വൈശു, നമ്മുടെ മോള്. എന്നോടാ സ്നേഹം, കണ്ടില്ലേ? അവൻ പുരുക ഉയർത്തി പറഞ്ഞു. വൈശാലി ആർത്തിയോടെ അവളെ വാരിയെടുക്കാൻ തുനിഞ്ഞതും മരിയമോള് കൈകൾ കൂട്ടിപ്പിടിച്ച് ഇറങ്ങിപ്പോയി. അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ആദ്യേട്ടാ, എൻ്റെ കുഞ്ഞ്. ഒക്കെ ശരിയാകും വൈശു, അത് കുഞ്ഞല്ലേ. നിന്നെ സ്നേഹിക്കാൻ അവൾക്ക് മടിയില്ല. പിന്നെ ഒരു അപരിചിതത്വം. പലപ്പോഴും അമ്മ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അതാ അവൾക്ക് എന്നോട് അടുക്കാനൊരു മടിയുമില്ലാത്തത്. ഓർമ്മ വച്ചിട്ട് നിന്നെ ഇപ്പോഴല്ലേ കാണുന്നത്. വൈശാലി അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു. എനിക്ക് മുത്തശ്ശനെ കാണണം, അവൾ നിർവികാരതയോടെ പറഞ്ഞു. ആദ്യം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. തൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. അവളെയും പിന്നിലിരുത്തി ആദ്യ തലയെടുപ്പോടെ അവളുടെ തറവാട്ടിലേക്ക് നീങ്ങി. വഴിയിലുടനീളം ആരൊക്കെ അവളെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. പടിപ്പുരയുടെ മുന്നിൽ അവൻ ബുള്ളറ്റ് നിർത്തി. ഇറങ്ങ്. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് അവൾ യാഥാർത്ഥ്യത്തിലേക്ക് വന്നത്. ഇടറുന്ന കാലുകളോടെ തെക്കേ തൊടിയിലേക്ക് നടക്കുമ്പോൾ വീണു പോകുമോ എന്നവൾ വല്ലാതെ ഭയന്നു. അസ്ഥിത്തറയുടെ മുന്നിൽ കൂപ്പുകൈകളോടെ അവൾ നിൽക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ചെമ്പകത്തിൻ്റെ ചില്ലകളിൽ നിന്നും ചെമ്പക പൂക്കൾ അവളിലേക്ക് അടർന്നു വീണു. അവളുടെയും മുത്തശ്ശൻ്റെയും ലോകത്തേക്ക് കയറാതെ ആദ്യം സ്വയം ഒഴിഞ്ഞു മാറി. കുറച്ചുനേരം കഴിഞ്ഞ് അവൾ അവൻ്റെ അടുത്തെത്തി. പോകാം. അവളുടെ കണ്ണുകൾ അപ്പോഴും അവിടെ തന്നെയായിരുന്നു. നമുക്ക് കുളത്തിലേക്ക് പോയാലോ? അവളുടെ മനസ്സൊന്ന് ശാന്തമായിട്ട് മതി ഇനിയൊരു തിരിച്ചുപോക്ക് എന്നവൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അവൻ്റെ വാക്കുകൾ അവളിൽ നേരിയ തോതിലൊരു സന്തോഷം ഉടലെടുപ്പിച്ചു. അവളെയും കൊണ്ട് കുളപ്പടവിൽ അവനിരുന്നു. ഈ 2 വർഷം കൊണ്ട് നമ്മൾ വല്ലാതെ മാറിപ്പോയി അല്ലേ വൈശു?
അവൻ്റെ ചോദ്യത്തിന് അവൾ ഒരു ഉത്തരം കൊടുത്തില്ല. മറിച്ച് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാതെ അവൾ നോട്ടം തെറ്റിച്ചു. ആദ്യേട്ടാ. അവൻ മെല്ലെ മൂളി. എന്നിലെ പെണ്ണ് എന്നോ മരിച്ചുപോയി. ഇത്രകാലം ജീവിച്ചത് 2 ആഗ്രഹങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ ജീവിതം നശിപ്പിച്ചവരെ എനിക്കും നശിപ്പിക്കണം. പിന്നെ ഈ തണലിൽ ഇത്തിരി നേരെ ഇരിക്കണം. അവനൊന്നും മനസ്സിലാകാത്തതുപോലെ അവളെ നോക്കി. എന്നെ ഏട്ടൻ ഉപേക്ഷിക്കണം. എൻ്റെ ഏട്ടന് നല്ലൊരു കുട്ടിയെ കിട്ടും, സ്നേഹിക്കാനും ശാസിക്കാനും ഒക്കെ. പിന്നെ ഒരു പെണ്ണിൻ്റെ പൂർണ്ണ പവിത്രതയുള്ള കുട്ടി. എന്നെപ്പോലെ ഒരാൾ ചവച്ചു തുപ്പിയ... അവൾ പറയാൻ വന്നതും അവൻ അവളുടെ വായ മൂടി. വേണ്ട, നീ എൻ്റെയാണ്. ആ പവിത്രത മതി നിനക്ക്. നിൻ്റെ ശരീരം ഒരുത്തൻ തൊട്ട് കാണും, പക്ഷെ നിൻ്റെ മനസ്സിൽ ഞാനല്ലാതെ ഒരുത്തനും തൊട്ടിട്ടില്ല. അത് മതി എനിക്ക്. നീ എൻ്റെയാണെന്ന് ഊട്ടിയുറപ്പിക്കാൻ. അവൾ അവൻ്റെ കൈകൾ മാറ്റി പതിയെ ആ നെഞ്ചിലേക്ക് ചാഞ്ഞു. നമുക്ക് ഈ കുളത്തിലൊന്ന് കുളിച്ചാലോ? അവൾ ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് മെല്ലെ ഓരോ പടവും താണ്ടി ആ തെളിനീരിലേക്ക് മുങ്ങി. അവളെ തൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ച് അവൻ നിന്നു. അവൻ്റെ പ്രണയത്തിന് മനോഹാരിത നിറയ്ക്കാൻ അവിടേക്കൊരു പ്രണയമഴ തന്നെ പെയ്തിറങ്ങി. അവളുടെ അധരങ്ങളിലേക്ക് അവൻ മൃദുവായി തൻ്റെ ചുണ്ടുകൾ ചേർത്തു. അവളെ ചെറുതായി പോലും വേദനിപ്പിക്കാതെ അവളുടെ അധരങ്ങൾ നുണഞ്ഞു. അല്പനേരം കഴിഞ്ഞതും അവൻ അവളിൽ നിന്നും അകന്നു. നേർത്ത നാണത്തോടെ അവൾ അവൻ്റെ മാറിൽ തല താഴ്ത്തി. പോകണ്ടേ? അവൾ അവനെ മുറുക്കെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. പോകണോ? പോകണം. ഒരുപാട് കാലം ഈ നെഞ്ചിൽ തലചായ്ച്ച് കിടക്കണം. അതിലുപരി ആണൊരുത്തൻ്റെ കൈകളിൽ സുരക്ഷിതയാണെന്ന ബോധത്തോടെ. അതുമാത്രം മതിയോ? ഒരു കള്ളച്ചിരിയോടെ ആദ്യം അവളോട് ചോദിക്കുമ്പോൾ അവൾ നാണത്താൽ പൂത്തുലയുകയായിരുന്നു. നേർത്ത ചാറ്റൽ മഴയിൽ നനഞ്ഞുകൊണ്ട് 2 ആളും തിരികെ വീട്ടിലേക്ക് ചെന്നു. അവരുടെ വരവ് കണ്ട് റാമും സീതയും പരസ്പരം മുഖത്ത് നോക്കി ചിരിച്ചു. എന്താടാ ഈ കോലത്തിൽ? ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് റാം അവനെ ഒന്നാകെ ഒഴിഞ്ഞു. പുറത്ത് മഴയല്ലേ ഡാഡി? അതാ. അവൻ അപ്പോഴേക്ക് അവളുടെ കയ്യും പിടിച്ച് മുകളിലേക്ക് കയറി. അമ്മ! പിറകിൽ നിന്നും ആ കുഞ്ഞു ശബ്ദം അവളുടെ ചെവിക്ക് കുളിർമയേകി. വൈശാലി ആദിയുടെ കൈകളിൽ നിന്നും പിടിവിട്ട് മരിയമോളുടെ അടുത്തേക്ക് ഓടി. അവളെ ആവോളം ഉമ്മ വെച്ചു. ഒന്നുകൂടെ വിളിച്ചേ. അമ്മ! വിളിക്ക് കണ്ണാ. അമ്മ! മരിയമോൾ കുഞ്ഞിപ്പല്ല് കാട്ടി ചിരിക്കാനായി തുടങ്ങി. അതെ, ഇനി അച്ഛനും അമ്മയും മകളും കൂടി മുകളിലേക്ക് പൊയ്ക്കോ. എന്നിട്ട് വേണം ഞങ്ങൾക്കൊന്ന് സ്നേഹിക്കാൻ, അല്ലേ സീതമ്മേ? സീതയുടെ കവളിൽ നുള്ളിക്കൊണ്ട് റാം പറഞ്ഞു. അവൾ അവനെ നോക്കി പേടിപ്പിച്ചിട്ട് മുറിയിലേക്ക് പോയി. ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് ആദിയും വൈശാലി അവരുടെ മാലാഖയെ കയ്യിലെടുത്തുകൊണ്ട് മുറിയിലേക്ക് കയറി. മരിയമോളെ താഴെ നിർത്തിയതിന് ശേഷം വൈശാലി ഇടാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് ഫ്രഷ് ആകാൻ കയറി. ആദ്യ മരിയമോളെ കൈകളിൽ എടുത്തുകൊണ്ട് പാട്ടുപാടിയും കഥ പറഞ്ഞുമൊക്കെയും കളിപ്പിച്ചു. പപ്പ, മോളുടെ ടോയ്സ് ഇവിടെ ഇല്ല, ഞാൻ പോയി എടുത്തിട്ട് വരാം. അവൾ അവൻ്റെ കയ്യിൽ നിന്നും വഴുതി താഴേക്കിറങ്ങി. റാമിൻ്റെ മുറിയിലേക്ക് അവൾ ഓടി. അപ്പോഴേക്കും വൈശാലി കുളിച്ചിട്ടിറങ്ങിയിരുന്നു. അവൾ തികച്ചും പഴയ വൈശാലിയിലേക്കുള്ള വേഷപകർച്ച നടത്തി. ഒരു ബ്ലൂ കളർ സാരി ഉടുത്തായിരുന്നു അവൾ വന്നത്. ആദ്യം അവളെ തന്നെ നോക്കി നിന്നു. എന്താ, ആദ്യമായിട്ട് കാണുവാണോ കെട്ടിയോനെ? അല്ല, വർഷങ്ങൾക്ക് ശേഷം കാണുക. ഈ വേഷത്തിൽ നീ എൻ്റെ പഴയ വൈശു ആയതുപോലെ. ആദ്യം പോയി വാതിൽ കുറ്റിയിട്ടു. അല്ല, എന്താ ഉദ്ദേശം? സംഗതി കുറച്ച് ദുരുദ്ദേശമാണ്. എന്തേ? അവൻ താടി തടവിക്കൊണ്ട് അവളുടെ അടുത്ത് ചെന്നു. അതേ, പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്. ആകെ നനഞ്ഞൊരു കോലം. ഞാനൊരു ഉമ്മ തന്നോട്ടെ? അവൻ കൊച്ചു പിള്ളേരെ പോലെ അവളോട് ചോദിച്ചു. എൻ്റെ ആദ്യേട്ടനെ എനിക്കറിയില്ലേ? തരാൻ നിന്നാൽ ഒന്നിലൊന്നും നിർത്തില്ല. അതുകൊണ്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വാ. അവൾ അവൻ്റെ മുതുകത്ത് തള്ളി ബാത്റൂമിൽ കയറ്റി. വൈശാലി അവിടെ മുഴുവൻ മരിയമോളെ നോക്കി. പെട്ടെന്ന് ആരോ വന്ന് കതകിൽ തട്ടി. വൈശാലി നോക്കിയപ്പോൾ കണ്ടത് അലക്സിയാണ്. ഇച്ചായ! അവൾ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. എന്താണ് പെങ്ങളെ, അളിയനെ കാണാനില്ലല്ലോ? കുളിക്കുക. എങ്കിൽ താഴേക്ക് വാ, ഒരു ചെറിയ കാര്യമുണ്ട്. അവളുടെ കണ്ണിൽ തുണി കൊണ്ട് മൂടി അവൻ പറഞ്ഞു. എന്താ ഇച്ചായ, ഇപ്പോൾ ഒരു സർപ്രൈസ്? അതൊക്കെ ഉണ്ടെന്നേ. അവൻ അവളെയും കൂട്ടി താഴേക്കിറങ്ങി. കുറച്ചു നേരം അവളെ പോസ്റ്റാക്കി അവിടെ നിർത്തി. പെട്ടെന്ന് അവൾക്ക് ചുറ്റും ആരൊക്കെയോ കൂടാൻ തുടങ്ങി. ആഹാ, ഇനി എൻ്റെ കൊച്ച് കണ്ണു തുറന്നേ. അലക്സി അവളുടെ കണ്ണുകളിൽ നിന്ന് തുണി അഴിച്ചുകൊണ്ട് പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ വൈഷു. ജോണും ജെനിയും അലക്സിയും സീതയും റാമും ഒടുവിൽ ഇതിൻ്റെ എല്ലാ സൂത്രധാരനായ ആദിയും ഉണ്ടായിരുന്നു. മരിയമോൾ ഓടി വന്ന് അവളുടെ കയ്യിലൊരു ബോക്സ് കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ അമ്മ. വൈശാലി ഒരു പുഞ്ചിരിയോടെ അത് തുറന്നു. അതിലൊരു ഫോട്ടോ ആയിരുന്നു, വൈശാലിയുടെയും അവളുടെ ഫാമിലിയുടെയും ഒരു ഫോട്ടോ. അവൾ അതിലേക്ക് നോക്കി. ശേഷം മരിയമോളെ വാരിയെടുത്തു. അതെ, മതി മതി, കേക്ക് കട്ട് ചെയ്യ്, ഞങ്ങൾക്ക് കുറച്ച് പരിപാടി കൂടിയുണ്ട്, റാം വിളിച്ചു പറഞ്ഞു.
വൈശാലി കേക്ക് കട്ട് ചെയ്തു. ചുറ്റും ആളും ആരോ ഒക്കെയായി. അവൾ കേക്കിൻ്റെ ഒരു കുഞ്ഞു കഷണം മരിയ മോളുടെ വായിൽ വെച്ച് കൊടുത്തു. കുഞ്ഞ് തിരിച്ചും കൊടുത്തു. അപ്പോൾ എനിക്കോ? ആദ്യം അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. വൈശാലി അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അവനും അതിൽ നിന്ന് അവൾക്ക് കൊടുത്തു. പിന്നെ ഓരോരുത്തരായി അവൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ആകെ അടിപൊളിയാക്കി. പക്ഷെ ആദ്യം മാത്രം അവൾക്കൊന്നും കൊടുത്തില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ തിരികെ പോകാൻ നേരം ജോൺ പറഞ്ഞു, അതെ, വരുന്ന ഞായർ ഞങ്ങളുടെ മനസ്സമ്മതമാണ്, എല്ലാവരും വന്നേക്കണം. പിന്നെ ഞങ്ങളില്ലാതെ അവിടെ ഒന്നും നടക്കില്ല, അല്ലേ വൈശു? ആദ്യം അവളെ നോക്കി പറഞ്ഞു. സമയം ഇഴഞ്ഞു നീങ്ങി. വൈശാലി മരിയമോളെ അവിടെയൊക്കെ നോക്കി. സീതയുടെ അടുത്ത് കാണുമെന്ന് വിചാരിച്ച് അവൾ അവരുടെ മുറിയിലേക്ക് പോയി. നോക്കിയപ്പോൾ റാം എന്തോ ലാപ്പിൽ ടൈപ്പ് ചെയ്യുവാണ്. അപ്പോൾ മോള് റാമിനോട് അവൾ ചോദിച്ചു. സീത അവളെ ഉറക്കാനായി കൊണ്ടുപോയി. അവളെ എടുത്തുകൊണ്ട് നടന്ന് പാട്ട് പാടണം. ആ സമയത്ത് ആരുടെ കയ്യിലും പോകില്ല. ജാനി അതുപോലെ തന്നെയായിരുന്നു. റാമിൻ്റെ മുഖം പെട്ടെന്ന് വാടി. അവളുടെയും. മോള് പൊയ്ക്കോ, മരിയ ഇവിടെ കിടന്നോളൂ. വൈശാലിക്കത് ചെറിയൊരു വിഷമം ഉണ്ടാക്കിയെങ്കിലും റാം പറഞ്ഞതുകൊണ്ട് മുറിയിലേക്ക് ചെന്നു. അവൾ കഥ കടച്ചതും അവളെ ആദ്യ പിറകിലൂടെ വട്ടം പിടിച്ചു. അവൻ്റെ താടി രോമങ്ങൾ അവളുടെ തോളിൽ ആഴ്ന്നിറങ്ങി. അവൻ്റെ കൈകൾ അവളുടെ ആലില വയറിലൂടെ പരതി നടന്നു. ഒടുവിൽ പ്രതീക്ഷിച്ചത് കിട്ടിയെന്ന പോലെ അവളുടെ അരയിൽ ചുറ്റിക്കിടന്ന അരഞ്ഞാണം പുറത്തെടുത്തിട്ടു. അവൾ അവൻ്റെ കൈകളിൽ കൈവച്ചു. നേർത്ത നാണത്തോടെ അവൾ അവനെ നോക്കി. അതേ, എൻ്റെ ഗിഫ്റ്റ് എവിടെ? വൈശാലി കണ്ണിറുക്കി ചോദിച്ചു. ആദ്യം എന്തോ അവൻ്റെ പോക്കറ്റിൽ നിന്നും പുറത്തെടുത്തു. ശേഷം അവളുടെ കഴുത്തിൽ അണിയിച്ചു. അതൊരു മാലയായിരുന്നു. വളരെ മനോഹരമായ രീതിയിൽ ഡയമണ്ട് വർക്ക് ചെയ്ത ഒരു കുഞ്ഞുമാല. ലവ് യു വൈശു. അവളുടെ ചെവിയിൽ ചെറുതായി കടിച്ചുകൊണ്ട് ആദി പറഞ്ഞു. അവൾ അവൻ്റെ അധരങ്ങളിൽ മൃദുവായി ചുംബിച്ചു. അവൻ്റെ കൈകൾ അവളുടെ അരയിൽ മുറുകി. ആദ്യം അവളെ കൈകളിൽ കോരിയെടുത്ത് ശേഷം ബെഡിലേക്ക് കിടത്തി. അവളുടെ കണ്ണുകളിൽ അവൻ മൃദുവായി ചുംബിച്ചു. പിന്നെ നാസികത്തുമ്പിൽ പതിയെ അത് അധരങ്ങളിലേക്ക് അർപ്പിച്ചു. അവളുടെ സാരിത്തലപ്പ് മാറ്റി അവളുടെ അരഞ്ഞാണം അവൻ അഴിച്ചു മാറ്റി. മെല്ലെ അവളുടെ ഇടുപ്പിൽ ആദ്യം തൻ്റെ പല്ലുകൾ താഴ്ത്തി. വൈശാലി അവൻ്റെ മുടിയിൽ കോർത്ത് പിടിച്ചിരുന്നു. അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ഒഴുകി നടക്കുമ്പോൾ നാണത്തോടെ അവൾ കണ്ണുകൾ അടച്ചു. അവളുടെ കഴുത്തിൽ അവൻ മുഖം ചേർത്തതും വൈശാലി ഒന്ന് ഉയർന്നു പൊങ്ങി. പരസ്പരം പുണരുമ്പോൾ ഇരുവരിൽ നിന്നും വസ്ത്രങ്ങൾ മെല്ലെ അഴിഞ്ഞു വീണു. രാത്രിയുടെ ഏതോ യാമത്തിൽ ഇരുവരും ഒന്നായി. വിയർത്ത ശരീരവുമായി വൈശാലി അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അഴിഞ്ഞുലഞ്ഞ മുടി അവൾ വാരിക്കെട്ടി. അടുത്ത് കിടന്ന പുതപ്പ് കൊണ്ട് ശരീരം മറച്ചു. ആദ്യം അവളുടെ മുടിയിൽ തലോടി. അവളുടെ കണ്ണുനീർ അവൻ്റെ നെഞ്ചിൽ വീണു. വൈശാലി, എന്താടാ? വീണ്ടും പഴയതൊക്കെ ഓർത്തോ? അവളുടെ തേങ്ങൽ അവൻ്റെ ഹൃദയത്തെ പൊള്ളിച്ചു. പോട്ടെ പെണ്ണേ, ഒന്നും നടന്നിട്ടില്ല. കഴിഞ്ഞതൊക്കെയും ദുസ്വപ്നങ്ങളായിരുന്നു. ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്ത കുറച്ച് ചീത്ത സ്വപ്നങ്ങൾ. ആദ്യം അവളെ ചേർത്ത് പിടിച്ചു. ഇനി ഒരാളും നമുക്കിടയിലേക്ക് വരില്ല. എനിക്ക് താങ്ങായി നീയും നിനക്ക് തണലായി മരണം വരെ ഞാനും കാണും. അവനിലേക്ക് വൈശാലി ഒന്നുകൂടെ ചേർന്ന് കിടന്നു. ഇനി ഒരിക്കലും അകലില്ലെന്ന പൂർണ്ണ വിശ്വാസത്തിൽ. അവരുടെ പ്രണയത്തിന് സാക്ഷ്യം വഹിച്ച് പുറത്ത് മഴ ചിന്നിച്ചിതറി. അപ്പോൾ അസുരൻ സ്റ്റോറി അവസാനിച്ചു. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല സ്റ്റോറീസൊക്കെ വരുന്നതായിരിക്കും. ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇനിയും വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു കിടിലൻ സ്റ്റോറി എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.